ഹലോ, ഇത് കണ്ടില്ലേ? സിഗരറ്റ് വലിക്കുന്നില്ല കേട്ടോ. ഇപ്പം നിൽക്കുന്നത് -19 ഡിഗ്രിയിലാണ്. ഇവിടെ ഇങ്ങനത്തെ ഒരു ഡ്രെയിനേജിൻ്റെ ഇഷ്യൂ ആണ് വന്നത്. ഡ്രെയിനേജിൻ്റെ വെള്ളം ഫുള്ള് താഴത്തേക്ക് വെക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ? ഇവിടെ നിന്നാണ് വെള്ളം ഉറ്റി വെക്കുന്നത്. അപ്പം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന കോൾഡ് റൂമിൻ്റെ ഉള്ളിൽ കയറി നോക്കി. അവിടെ ഡ്രെയിനേജിന് ഇഷ്യൂ ആയപ്പോൾ എന്തിനാ ഇതിൻ്റെ ഉള്ളിൽ കയറിയതെന്നല്ലേ. അതായത് ഇവിടെ ഡ്രെയിനേജ് കൊടുത്തത് മൾട്ടിപ്പിൾ ആയിട്ടാണ്. ഇങ്ങനെ മൾട്ടിപ്പിൾ ആകുമ്പോൾ കോൾഡ് റൂമിൻ്റെ അടുത്ത് വരുന്ന ഡ്രെയിനേജ് എന്തായാലും ഫ്രീസ് ആവാൻ ചാൻസ്. ഇതിന് ഇവിടെ ഹീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹീറ്റർ നല്ല വർക്കിംഗ് ആണ്. അത് നമുക്ക് നമ്മളെ കൈ വെക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ യൂണിറ്റ് വരുന്നത് മൾട്ടി സർക്യൂട്ട് കോൾഡ് റൂം സിസ്റ്റം ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. എന്താന്ന് വെച്ചാൽ 2 ഇൻഡോറും ഒരു ഔട്ട്ഡോറും. ഇവിടെ ഒന്ന് -20 ആണ്, ഒന്ന് +5 ആണ്. ഇങ്ങനെ നോക്കിയപ്പോൾ ഇഷ്യൂ ഇവിടുത്തെ എല്ലാന്ന് മനസ്സിലായി. പിന്നെ നേരെ തിരിഞ്ഞ് നമ്മുടെ ലീക്ക് വന്ന ഭാഗത്തേക്ക് തന്നെ പോയി നോക്കി. ഇത് കണ്ടില്ലേ? ഈ ഒരു ഡ്രെയിനേജ് ആണ് ഇവിടെ ബ്ലോക്ക് ആയത്. ഇത് നമ്മൾ നല്ല രീതിയിൽ ഫ്ലഷ് ആക്കി കൊടുത്തു. പിന്നെ ചെന്നത് ഒരു AC അടുത്താണ്. കണ്ടില്ലേ? തെർമോസ്റ്റാറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആക്കി കളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഔട്ട്ഡോർ കണക്ഷൻ ഊരിട്ട് നോക്കിയപ്പോഴും ഇങ്ങനെ തന്നെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കളിക്കണമെന്നുണ്ടെങ്കിൽ തെർമോസ്റ്റാറ്റിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഒട്ടും സമയം കളയാതെ ഇതുപോലെ പുതിയൊരു തെർമോസ്റ്റാറ്റ് വാങ്ങി. പിന്നെ നമ്മൾ സാവകാശം അതിൻ്റെ ഓരോ വയറും കണക്ഷൻ നോക്കി അതാത് സ്ഥാനത്ത് തന്നെ കൊടുത്ത് പവറൊക്കെ ഒന്ന് ഓണാക്കി മൾട്ടിമീറ്റർ വെച്ച് ഔട്ട് ചെക്ക് ചെയ്ത് നോക്കൂ. ഇതിൻ്റെ ഔട്ട് കറക്റ്റ് ആയാലല്ലേ നമ്മുടെ ബാക്കി പാർട്സിന് കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് കൊള്ളും. ഇപ്പം കണ്ടില്ലേ? കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്.